എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന അടിസ്ഥാന വിവരങ്ങളുടെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പൊയ്കയിൽ യോഹന്നാൻ വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് നവോത്ഥാന നായകന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് രണ്ടാം ഭാഗത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായിട്ട് വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. നമ്പൂതിരി സമുദായത്തിൽ നിന്നും അംഗമായിട്ടുള്ള നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അതായത് മുഴുവൻ പേരെന്ന് പറയുന്നത് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ്. നോക്കുക, പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. നമ്പൂതിരി സമുദായത്തിൽ അംഗമായിട്ടുള്ള നവോത്ഥാന നായകനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ എഴുതി വയ്ക്കുക. വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ മുഴുവൻ പേര്. ഇനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്നത്. നമ്പൂതിരി യുവജന സംഘം ആരംഭിക്കുന്നത് 1919 നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് 1929 ഈ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് മുഴുവൻ ഭാഗങ്ങളും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത് മാത്രമാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നോട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം 1919 വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കുന്നത്. അതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമ്മളത് കേട്ടിട്ടുള്ളതാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാടകമാണ്. പക്ഷെ നമ്മളോട് ചോദിക്കാം, ഏത് മാസികയിലാണ് അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? അത് ഉണ്ണി നമ്പൂതിരിയിലാണ്. ഓക്കെ, ഈ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത് ഈ പറയുന്ന യുവജന സംഘത്തിൻ്റെ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ്. അതിലാണ് ആദ്യമായിട്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. 1920കളിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1929 ഇടക്കുന്നി തൃശ്ശൂരുള്ള വേദിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അത് അവതരിപ്പിക്കുന്നത് 1929. ഓക്കെ, അപ്പം പ്രേംജി എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. നമ്പൂതിരി സമുദായത്തിൽ നിന്നുള്ള നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ്. 1919 അദ്ദേഹം നമ്പൂതിരി യുവജന സംഘം സ്ഥാപിക്കുന്നത്. അതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് പ്രസിദ്ധീകരിച്ചു വരുന്നത് 1920. അത് വേദിയിൽ അവതരിപ്പിക്കുന്നത്, ഈ നാടകം ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നത് 1929 ഇടക്കുന്നിയിലുള്ള വേദിയിലാണ്. തൃശ്ശൂരിലെ ഇടക്കുന്നിയിലുള്ള വേദിയിലാണ്. ഇനി യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് വി.ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എങ്കിലും നമ്പൂതിരി യുവജന സംഘത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. യോഗക്ഷേമ സഭ സ്ഥാപിതമായിട്ടുള്ള വർഷം 1908 ജനുവരി 31 ആലുവയിലാണ്. ഓക്കെ, യോഗക്ഷേമ സഭ സ്ഥാപിതമായിട്ടുള്ള വർഷം 1908 ജനുവരി 31 ആലുവയിൽ വെച്ചിട്ടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിലെ പ്രധാന അംഗമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. ഓക്കെ, ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിൻ്റെ പ്രധാന അംഗമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം നിരോധിക്കുക, അതുപോലെ വിധവ വിവാഹം നടപ്പിലാക്കുക, വൃദ്ധവിവാഹം തടയുക തുടങ്ങിയവയ്ക്കാണ് യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളോട് ചോദിക്കുക, യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യം. ഓക്കെ, അപ്പോൾ വി.ടിയുമായി ബന്ധപ്പെട്ട് യോഗക്ഷേമ സഭയാണ് നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കുക. 1908 ജനുവരി 31 ആലുവയിലാണത് രൂപീകരിക്കുന്നത്, സ്ഥാപിതമാവുന്നത്. അതിൻ്റെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. അതുപോലെ അതിൻ്റെ മുഖപത്രവും ഓർത്തു വയ്ക്കുക. മംഗളോദയം എന്നുള്ളതാണ് അതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഓക്കെ, മംഗളോദയമാണ് അതിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത്. ഇനി വിധവ വിവാഹത്തെക്കുറിച്ച്, അതായത് വിധവ പുനർവിവാഹം ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അത് 1937
ഓക്കെ, അപ്പോൾ ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. വിധവാ പുനർവിവാഹം ആദ്യമായിട്ട് 1937 സംഘടിപ്പിച്ചത് ആര് എന്നതായിരിക്കും ചോദ്യം. അപ്പം വി.ടി. ഭട്ടതിരിപ്പാടാണ് ആദ്യമായിട്ടത് സംഘടിപ്പിക്കുന്നത്. ഇനി ആത്മകഥ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നതും. ഇതും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ണീരും കിനാവും എന്ന് പറയുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. ഈ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1971 ഓക്കെ, അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. കണ്ണീരും കിനാവും എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1971. പിന്നെ അത് മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾ തീ കൊളുത്താം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വാചകം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിന് വിധേയമായിട്ടുള്ള വാക്കുകളാണത്. ആ വാക്കുകൾ, ആ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് വി.ടി. ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിലാണ് 1920. ഈ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് 1929 ഇടക്കുന്നിയിലാണ്. ഓക്കെ, ഇനി യാചനയാത്ര, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ് യാചനയാത്ര എന്ന് പറയുന്നത്. അതായത് കേരളത്തിലുള്ള ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ കാൽനട യാത്രയാണ്, അല്ലെങ്കിൽ ജാഥയാണ് യാചനയാത്ര എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുക, യാചനയാത്ര ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 1931 ഏപ്രിൽ 26 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് അത് നടന്നത്. ഓക്കെ, 7 ദിവസമാണ് ഈ യാചനയാത്ര നിലനിന്നിരുന്നത്. തൃശ്ശൂർ തൊട്ട് ചന്ദ്രഗിരി പുഴ വരെയാണ് ഉണ്ടായിരുന്നത്. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് യാചനയാത്ര നടത്തുന്നത്. ഇനി ദക്ഷിണായനം, അതുപോലെ കർമ്മവിഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതുകൂടാതെ ഇനിയും കൃതികൾ പ്രധാനപ്പെട്ടതുണ്ട്. പക്ഷെ നമ്മളോട് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള 2 കൃതികൾ എടുത്തു എന്ന് മാത്രം. ദക്ഷിണായനം, അതുപോലെ കർമ്മവിഭാഗം എന്നുള്ളതാണ്. പിന്നെ ജീവിത സ്മരണകൾ ഓർത്ത് വയ്ക്കാം. നമ്മൾ എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൃതിയുണ്ട്. അത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. വെറും ജീവിത സ്മരണകൾ എന്നുള്ളത് മാത്രമാണ് ചോദിക്കുന്നത് എങ്കിൽ അത് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഭാരത കേസരി എന്ന് പറയുന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 അദ്ദേഹത്തിന് ഭാരത കേസരി എന്ന് പറയുന്ന ബഹുമതി ലഭിക്കുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. ഇത് സവർണജാഥ നയിച്ച വർഷം 1924 ഒക്ടോബർ 1 ഓക്കെ, ഇവിടെ നമ്മൾ മാസവും തീയതി കൂടിയും ഓർത്ത് വയ്ക്കുക. 1924 ഒക്ടോബർ 1 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണജാഥ മന്നത്ത് പത്മനാഭൻ നയിക്കുന്നത്. അത് വൈക്കം തൊട്ട് ട്രിവാൻഡ്രം വരെയാണ്. ഓക്കെ, എവിടം തൊട്ട് എവിടം വരെയാണ്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. 1924 ഒക്ടോബർ 1 സവർണജാഥ നയിക്കുന്നത്. പക്ഷെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് മാർച്ച് 30 1924 മാർച്ച് 30 സവർണജാഥ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1924 ഒക്ടോബർ 1 സവർണജാഥ നയിക്കുന്നത്. ഓക്കെ, ഇനി മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ വർഷം 1931. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിക്കാം. മന്നത്ത് പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അപ്പോൾ ഇതുകൂടി ആരാണ് ഇത് വിശേഷിപ്പിച്ചത് എന്നതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. സർദാർ KM പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്.
ഓക്കെ, ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ടതാണ് വിമോചന സമരം എന്ന് പറയുന്നത്. 1959 ജൂൺ 12 വിമോചന സമരം നടക്കുന്നത്. ഈ വിമോചന സമരത്തിനുള്ള കാരണം ആ സമയത്തുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലിനെതിരെയാണ് ഈ വിമോചന സമരം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ചെറിയതുറ വെടിവെപ്പ് എന്ന് പറയുന്നത്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കാം. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വിമോചന സമരം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. 1959 ജൂൺ 12 നടക്കുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്നിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലിനെതിരെയാണ് വിമോചന സമരം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് ചെറിയതുറ വെടിവെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വിമോചന സമര ഫലമായിട്ടാണ് EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. 1959 ജൂലൈ 31 EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. ഓക്കെ, ഇനി 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി കൂടിയാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കാം, വെറും ജീവിത സ്മരണകൾ എന്ന് മാത്രമാണ്. ഇത് ജീവിത സ്മരണകൾ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത്. ഇനി മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് ലഭിക്കുന്നതിന് മുന്നേ NSSൻ്റെ യഥാർത്ഥ പേരും നായർ സമുദായ വൃത്യജന സംഘം എന്നുള്ളതാണ്. അതായത് പൊതുവെ നായർ സമാജം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. നായർ സമുദായ വൃത്യജന സംഘം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. നോക്കുക, ഇത് ചോദിച്ചിട്ടുണ്ട്. NSSൻ്റെ മുൻകാല, അതായത് ആദ്യ പേരെന്ന് പറയുന്നത് നായർ സമുദായ വൃത്യജന സംഘം എന്നുള്ളതാണ്. വൃത്യജന സംഘം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ 1900 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത് 1914 ഒക്ടോബർ 31. ഓക്കെ, അതായത് നായർ വൃത്യജന സംഘം എന്ന് പറയുന്നത് 1914 ഒക്ടോബർ 31 അത് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പേര് പുനർനാമകരണം ചെയ്യപ്പെടുന്നത് 1915 ജൂലൈ 11. അപ്പോൾ പൊതുവേ നമ്മൾ NSS എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1914 ഒക്ടോബർ 31 എന്ന് തന്നെയാണ് പറയുക. അതിൻ്റെ ആദ്യത്തെ പേര് നായർ സമുദായ വൃത്യജന സംഘം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, ഈ NSS എന്ന പേര് ലഭിക്കുന്നത് 1915 ജൂലൈ 11. ഓക്കെ, ഇനി NSSൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേളപ്പനാണ് ആദ്യ പ്രസിഡന്റ്. NSSൻ്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ തന്നെയാണ് NSS സ്ഥാപിക്കുന്നത്. ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേളപ്പനാണ്. അതുകൂടാതെ NSSൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സർവീസ് എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഖറുഗാച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് അത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് വെക്കാം. നോക്കുക, 1914 ഒക്ടോബർ 31 നായർ സമാജം സ്ഥാപിക്കുന്നത്. നായർ സമുദായ വൃത്യജന സംഘം എന്നുള്ളതാണ് ആദ്യ പേര്. പിന്നീട് അത് പുനർനാമകരണം ചെയ്യുന്നത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ് പുനർനാമകരണം ചെയ്യപ്പെടുന്നത് 1915 ജൂലൈ 11. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേളപ്പനും സെക്രട്ടറി എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. അതിൻ്റെ മുഖപത്രം സർവീസ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ളത്, നായർ സമാജം എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. പക്ഷേ കേരള നായർ സമാജം എന്ന് പറയുന്നത് സ്ഥാപിച്ചത് C കൃഷ്ണപിള്ളയാണ്. നായർ സമാജമാണ് മന്നത്ത് പത്മനാഭൻ. കേരള നായർ സമാജം ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ C കൃഷ്ണപിള്ളയാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്, നോട്ട് ചെയ്ത് വയ്ക്കാം. കേരള നായർ സമാജം C കൃഷ്ണപിള്ളയാണ്. ഇനി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, സവർണ ജാഥ നടന്നത് 1924 ഒക്ടോബർ 1 പറഞ്ഞു. അത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ.
കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുന്നത്. അതായത് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹം കേരള ലിങ്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് കണ്ടത്തുപറമ്പൽ പപ്പു കറുപ്പൻ എന്നുള്ളതാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ എന്നുള്ളതാണ്. അദ്ദേഹം അരയ സമുദായത്തിൽ നിന്നുമുള്ള നവോത്ഥാന നായകൻ കൂടിയാണ്. ഓക്കെ, അപ്പം നമ്പൂതിരി സമുദായത്തിൽ നിന്നാണ് നമ്പൂതിരി സമുദായത്തിലാണ് നമ്മൾ പറഞ്ഞത് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. അരയ സമുദായത്തിൽ നിന്നുമുള്ള നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുന്നത്. കേരള ലിങ്കൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് കണ്ടത്തുപറമ്പൽ പപ്പു കറുപ്പൻ എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരിലാണ്. അതായത് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനെല്ലൂരിൽ പ്രവർത്തിക്കുന്നത് 1953 ഓക്കെ, ഇനി പണ്ഡിറ്റ് കറുപ്പിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ എന്ന് പറയുന്നത്, ഒന്ന് വിദ്വാൻ പദവി നൽകിയത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. വിദ്വാൻ എന്ന് പറയുന്ന പദവി അത് പണ്ഡിറ്റ് കറുപ്പിന് ലഭിച്ചതാണ്. അത് നൽകിയത് കേരള വർമ്മ വലിയ കോയിത്തമ്പുരാനാണ് 1913. പിന്നെ കവിതിലക പട്ടം എന്ന് പറയുന്ന, അതുപോലെ സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകിയത് കൊച്ചി മഹാരാജാവാണ്. ഓക്കെ, അപ്പം കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സഭയാണ് കല്യാണദായിനി സഭ. അതായത് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായിട്ട് സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. അത് 1912 കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത്. ഇനി അത് മാത്രമല്ല, കൊച്ചി പുലയ മഹാസഭ, ഇവിടെയും നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. പക്ഷെ വെറും പുലയ മഹാസഭ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അയ്യങ്കാളിയാണ് പുലയ മഹാസഭ സ്ഥാപിച്ചത്. ഹിന്ദു പുലയ മഹാസമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. കൊച്ചി പുലയ മഹാസഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ. വെറും പുലയ മഹാസഭ എന്ന് പറയുന്നത് അയ്യങ്കാളി. ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. ഇനി അദ്ദേഹം അരയ സമാജം സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? 1907 1907 അരയ സമാജം സ്ഥാപിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് കായൽ സമ്മേളനം എന്ന് പറയുന്നത്. അത് നടക്കുന്നത് 1913 ഫെബ്രുവരി 14 1913 ഫെബ്രുവരി 14 കായൽ സമ്മേളനം നടക്കുന്നത്. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുവാനോ ഉള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ അതിനുള്ള അനുമതി, അതായത് കരയിൽ വെച്ച് അങ്ങനെ ഒരു സമ്മേളനം നടത്താനായിട്ടുള്ള അനുമതി നിഷേധിച്ചു. അതിനെ തുടർന്ന് കരയിൽ സമ്മേളനം നടത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ അതിൻ്റെ സമ്മേളനം നടക്കാം, കായലിൽ വെച്ചാകാമെന്ന് തീരുമാനിച്ചു കൊണ്ടാണ് കായൽ സമ്മേളനം നടക്കുന്നത്. അതായത് ചെങ്ങാടങ്ങളൊക്കെ കൂട്ടിക്കെട്ടി വലിയൊരു വെള്ളം നിർമ്മിച്ച് അവിടെയാണ് ഇതിൻ്റെ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും അതിനെതിരെ എടുക്കാനായിട്ട് സാധിച്ചില്ല, കായൽ സമ്മേളനത്തിനെതിരെ. അപ്പം അതുകൊണ്ടാണിത് കായൽ സമ്മേളനം എന്ന പേര് നടക്കുന്നത്. അപ്പം പ്രശസ്തമായിട്ടുള്ള കായൽ സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 1913 ഫെബ്രുവരി 14 ഈ പറയുന്ന കായൽ സമ്മേളനം നടക്കുന്നത്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അതായത് ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകമാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. 1904 ജാതിക്കുമ്മി പ്രസിദ്ധീകരിക്കുന്നത്. ഇനി കുമാരനാശാൻ, നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ചോദിക്കാം. കായിക്കര ചിറയൻ കീഴിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതായത് ചിറയൻകീഴ് താലൂക്കിൽ, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ കായിക്കരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്.
മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കൂടിയാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കൂടിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത് SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കാം. ഇത് കുമാരനാശാനാണ്. അതുപോലെ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. ഈ വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. ഓക്കെ, കുമാരനാശാൻ വിവേകോദയത്തിൻ്റെ സ്ഥാപകനാണ്. വിവേകോദയൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി കൂടിയാണ് കുമാരനാശാൻ. നവോത്ഥാനത്തിൻ്റെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നത് കുമാരനാശാനെ വിശേഷിപ്പിച്ചത്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ആശാൻ യൂണിയൻ ടൈൽസ് വർക്ക്സ് എന്ന പേരിൽ ഓട് ഫാക്ടറി ആരംഭിച്ച സ്ഥലം ആലുവ 1921. അതുപോലെ ആലപ്പുഴ, അതായത് പല്ലനയാറ്റിൽ ഉണ്ടായിട്ടുള്ള റെഡിമീർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാലും കുമാരനാശാനാണ്. ഇനി നമുക്കറിയാം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. പക്ഷേ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണ് എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. ഓക്കെ, ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. മലയാളത്തിലെ തന്നെ അദ്ദേഹം രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ് എന്ന് പറയുന്നത്. ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ഈ വീണപ്പൂവ് ആശാൻ തൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായിട്ടാണ് അദ്ദേഹത്തെ വീണപ്പൂവിന് കരുതുന്നത്. ഇത് രചിച്ചത് ജൈനിമേട്, പാലക്കാടുള്ള ജൈനിമേടിലാണ് അത് രചിക്കുന്നത്. പിന്നെ അതുപോലെ അവസാനത്തെ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് കരുണയാണ്. ആദ്യത്തെ ഖണ്ഡകാവ്യം, ആശാൻ്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപ്പൂവാണ്. അവസാനത്തെ ഖണ്ഡകാവ്യം കരുണയാണ്. അതുപോലെ തന്നെ ശ്രീബുദ്ധചരിതം എന്ന് പറയുന്ന കൃതി കൂടി അദ്ദേഹം രചിക്കുന്നുണ്ട്. അതായത് എഡ്വിൻ അർണോൾഡിൻ്റെ പ്രശസ്ത കൃതിയായിട്ടുള്ള ലൈറ്റ് ഓഫ് ഏഷ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആശാൻ രചിച്ച കൃതിയാണ് ശ്രീബുദ്ധചരിതം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ദുരവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തിനെയും ആപ്ലലഹളയെയും പശ്ചാത്തലമാക്കി ആശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുമാരനാശാനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ. പിന്നെ ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്നും ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാലും കുമാരനാശാനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. മാറിപ്പോവാതിരിക്കാനാണ്. മലയാള നവോത്ഥായകൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ, അതായത് ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ചിന്നസ്വാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചിന്നസ്വാമി എന്നറിയപ്പെടുന്നതും കുമാരനാശാനാണ്. പെരിയസ്വാമി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, ഇതാണ് കുമാരനാശാൻ. ഇനി അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നിർഭയനായ പത്രപ്രവർത്തകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. കേരളൻ എന്ന പേരിൽ അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആവുന്നത് 1906 ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. ഈ പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആവുന്നത് 1906 അദ്ദേഹം ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയതിനു ശേഷമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി അദ്ദേഹം ഇതേപോലെ തന്നെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിരുന്ന പത്രങ്ങളാണ് കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. ഇനി അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് 1910 അത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് 1910 ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്നത്. എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ഓക്കെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്നത്. ഇനിയും
അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതി പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള, അതായത് നിർഭയനായ പത്രപ്രവർത്തകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് 1906 ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. പിന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1910 നെയ്യാറ്റിൻകരയിൽ നിന്നാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി കെ കേളപ്പൻ 1889 അദ്ദേഹം ജനിക്കുന്നത്. 1971 അദ്ദേഹം അന്തരിക്കുന്നത്. കെ കേളപ്പൻ കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അറിയപ്പെടുന്നത് കേരളൻ എന്ന പേരിലാണ്. ഇവിടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. അദ്ദേഹം 1889 ഓഗസ്റ്റ് 24 അദ്ദേഹം ജനിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം ഹരിജനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അയിത്തത്തിനുമെതിരെയാണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം നമ്മളോട് ചോദിക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും KPCCയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഇനി അദ്ദേഹം 1958 കോഴിക്കോട് രൂപീകരിച്ചുള്ള കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് കൂടിയാണ്. മാത്രമല്ല കേരളത്തിൽ നിന്നും ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹിയായി തെരഞ്ഞെടുത്ത കേരളീയൻ കൂടിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തെരഞ്ഞെടുത്ത കേരളീയൻ ആര് എന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. വ്യക്തി സത്യാഗ്രഹത്തിനായി തെരഞ്ഞെടുത്ത കേരളീയൻ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഡേറ്റ് പഠിച്ചു. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതിൻ്റെ നേതാവ് കൂടിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഇനി NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പനും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അപ്പം NSSൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. അതുപോലെ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ കൂടിയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിനും ഗുരുവായൂർ സത്യാഗ്രഹത്തിനും നേതൃത്വം നൽകിയിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ സത്യാഗ്രഹം നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഇനി മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ്. അതായത് നമ്മൾ കണ്ടു നേരത്തെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകനായിരുന്നു മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹം ജനിക്കുന്നത് 1874 ഏപ്രിൽ 16 തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തി കൂടിയാണ് മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത വ്യക്തിയാണ്. 1927 പ്രതിമ സ്ഥാപിക്കുന്നത്. അതിനുവേണ്ടി മുൻകൈയെടുത്ത വ്യക്തി കൂടിയാണ് മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഇനി മിതവാദി എന്ന പത്രം മൂർക്കോത്ത് കുമാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 1907 തലശ്ശേരിയിൽ നിന്നും ആണ് അദ്ദേഹം മിതവാദി പത്രം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. 1907 തലശ്ശേരിയിൽ നിന്നാണ് മിതവാദി പത്രം പ്രസിദ്ധീകരിക്കുന്നത്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക കൂടിയാണ് മിതവാദി മാസിക. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക എന്ന് പറയുന്നത്. പിന്നെ C. കൃഷ്ണൻ മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടുകയും കോഴിക്കോട് നിന്ന് മാസികയെ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്യുന്നത് 1913 അപ്പം പിന്നീടാണ് ഈ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ
പ്രധാനപ്പെട്ട ചെറുകഥകൾ എന്ന് പറയുന്നത് കുഞ്ചൻ കഥകൾ, ഭാരതകഥാ സംഗ്രഹം, ശാകുന്തളം, സൈരന്ധ്രി തുടങ്ങിയവയ്ക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകൾ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അമ്പു നായർ, കനകം മൂലം, വസുമതി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നോവലുകൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. 1907 തലശ്ശേരിയിലാണ്. പിന്നീടാണ് അത് 1913 സി കൃഷ്ണനാഥിൻ്റെ ഉടമസ്ഥാവകാശം നേടിയെടുക്കുകയും അത് മാസികയായിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നതും. പിന്നെ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക കൂടിയാണ് മിതവാദി മാസിക എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമം എന്ന് പറയുന്നത് വജ്രസൂചിയാണ്. വിട്ടിയുടെ തൂലികാനാമം പ്രേംജി ആയിരുന്നു. ഇവിടെ മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത് വജ്രസൂചിയാണ് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം രചിച്ച നാടകമാണ് ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം അന്തരിക്കുന്നത് 1941 ജൂൺ 25 അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, ഇതാണ് മൂർക്കോത്ത് കുമാരൻ. ഇനി ആനന്ദ തീർത്ഥൻ, അതായത് കേരള നവോത്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നവോത്ഥാന നായകൻ കൂടിയാണ് ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനായിരുന്നു ആനന്ദ തീർത്ഥൻ. അദ്ദേഹം ജനിക്കുന്നത് 1905 ജനുവരി 2 യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നുള്ളതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ്. ജാതിനാശിനി സഭ എന്ന് പറയുന്നത് 1933 സ്ഥാപിക്കുന്ന ഒരു സംഘടനയാണ്. അത് സ്ഥാപിക്കുന്നത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ. ഓക്കെ, ജാതിനാശിനി സഭ 1933 സ്ഥാപിക്കുന്നത് ആനന്ദ തീർത്ഥനാണ്. അതുകൂടാതെ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിക്കുന്നതും ആനന്ദ തീർത്ഥനാണ്. 1931 അദ്ദേഹം പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിക്കുന്നത്. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനായി അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ്. ആനന്ദ തീർത്ഥനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ആനന്ദ തീർത്ഥനെ കുറിച്ച് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ള വസ്തുത. ഇനി സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി, മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് അതുപോലെ തന്നെ വക്കം മൗലവി ആരംഭിച്ച പ്രധാനപ്പെട്ട സംഘടനയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യ സംഘം, മുസ്ലിം സമാജം. ഇതിൻ്റെയൊക്കെ നേതൃത്വം അല്ലെങ്കിൽ ആ സംഘടനകളൊക്കെ ആരംഭിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി SNDPയുടെ തന്നെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? LP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ്. അത് 1918 നിലയ്ക്കമുക്കിലാണ് അത് സ്ഥാപിക്കുന്നത്. ഓക്കെ, നിലയ്ക്കമുക്കിലാണ് 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇനി വക്കം മൗലവി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പിന്നെ അദ്ദേഹം 1918 ആരംഭിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ HSCയുടെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആര് എന്നുള്ളത്. അൽ അമീൻ എന്ന് പറയുന്ന പത്രം മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. പക്ഷേ അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ അൽ ഹിലാൽ എന്ന പത്രം ആരംഭിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ, ഇത് മാറിപ്പോകരുത്. അൽ ഇസ്ലാം എന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അൽ അമീൻ എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അൽ ഹിലാൽ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാന പത്രം ആരംഭിക്കുന്നത് 1905 ജനുവരി 19 അതിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 5 തെങ്ങിൽ വെച്ചിട്ടാണ്. ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതാണ്. ഓക്കെ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം. ഭയകൗടില്യ ലോഭങ്ങൾ
വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം. അത് പ്രസിദ്ധീകരിക്കുന്നത് 5 തെങ്ങിൽ വെച്ച് 1905 ജനുവരി 19 അതിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ള. നമ്മൾ ഓൾറെഡി പറഞ്ഞു, CP ഗോവിന്ദപിള്ളയാണ് അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 1905 അത് സ്ഥാപിക്കും. പിന്നെ 1906 തൊട്ടടുത്ത വർഷം തന്നെയാണ് രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ ആയിട്ടുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യങ്ങൾ. ഇനി PSC നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളത് കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത്. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, 1917 സ്ഥാപിച്ചതാണ് ഹിന്ദു പുലയ സമാജം എന്ന് പറയുന്നത്. അത് ആരാണ്? കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പുലയ മഹാസഭ അയ്യങ്കാളിയാണ്. അതുപോലെ ഹിന്ദു പുലയ സമാജം എന്ന് പറയുന്നതാണ് കുറുമ്പൻ ദൈവത്താൻ. കൊച്ചി പുലയ മഹാസഭ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് സംരക്ഷണ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ഹരിജനക്ഷേമ വകുപ്പ് സന്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ PK ചാത്തൻ മാസ്റ്ററാണ്. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ടുള്ള ആദ്യ മലയാളി KP കേശവമേനോൻ. 1951 അദ്ദേഹം ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആവുന്നത്. യുക്തിവാദികളുടെ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ചത് ആരാണ്? MC ജോസഫിനെ അതിലൊരു ഡൗട്ട് ഉണ്ട്, യുക്തിവാദികളുടെ എന്നുള്ളതല്ല, MC ജോസഫിനെ വിശേഷിപ്പിച്ചത് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം ആ ചോദ്യത്തിലൊരു ഡൗട്ട് ഉണ്ട്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നാണ് കേട്ടോ. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതാണ്. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണർ ആരാണ് എന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ള. പ്രശസ്തമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആര്? C കേശവനാണ്. ഇനി ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. 1898 ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് സ്ഥാപിക്കുന്നത്. അത് അയ്യത്താൻ ഗോപാലനാണ്. 1936 കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരള മാസിക ആരംഭിച്ചതും ആഗമാനന്ദ സ്വാമികളാണ്. ഇനി തളിക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയാണ് C കൃഷ്ണൻ. തളിക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയാണ് C കൃഷ്ണൻ. ദേശാഭിമാനി പത്രം ആരംഭിച്ചത് TK മാധവനാണ്. 1915 ദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. പിന്നെ TK മാധവൻ ആയുധോചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. 1923 കാക്കിനട സമ്മേളനം നടക്കുന്നത്. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിതയാണ് AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമായ കുഞ്ഞുമായിട്ട് നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിതയാണ് AV കുട്ടിമാളു അമ്മ. ഇനി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. ഇവിടെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന അക്കമ്മ ചെറിയാൻ വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയാണ്. ഇനി ശ്രീമതി എന്ന മാസിക ആരംഭിക്കുന്നത് അന്ന ചാണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും. ഇതുകൂടാതെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ അതിന് പങ്കുവഹിച്ചിട്ടുള്ള പത്രങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പം ഇതാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങളും. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടറ്റ് 3യുടെയും HSA സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസ്സുകൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.